ഭൂമിയിൽ അതിരൂക്ഷമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, കൃഷിയുടെ പരാജയങ്ങൾ, ഒരു ശൂന്യത. അങ്ങനെ തുടങ്ങി മനുഷ്യൻ ജീവിക്കാൻ കഴിയാത്ത ഭാവിയിലേക്ക് തള്ളപ്പെടുന്നു. പക്ഷേ ഒരു പ്രതീക്ഷ ഇപ്പോഴും ജനങ്ങൾക്ക് ബാക്കിയുണ്ട്. കഥയുടെ കേന്ദ്രകഥാപാത്രമായ കോപ്പർ ഒരു മുൻ വിമാന പൈലറ്റാണ്. ഇപ്പോൾ ഒരു കർഷകനായി ജീവിതം നയിക്കുകയാണ്. പക്ഷേ ഭൂമിയിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്നു. അവന്റെ മകൾ മർഫ് വിശ്വസിക്കുന്നത് അവരുടെ വീട്ടിൽ എന്തോ അസാധാരണമായ സംഭവം നടക്കുന്നതായാണ്. പുസ്തകങ്ങൾ ഷെൽഫിൽ നിന്ന് താഴേക്ക് വീഴുന്നു. ഇങ്ങനത്തെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ അവിടെ നടക്കാറുണ്ട്. ഒരു ദിനം കോപ്പർ മനസ്സിലാക്കുന്നു, മർഫിന്റെ മുറിയിലെ ഭൗതിക സങ്കല്പങ്ങൾ ചില കോഡുകളാണ്. അവ ഗവൺമെന്റിന്റെ രഹസ്യ ലൊക്കേഷൻ നാസയാണ് എന്നും നാസ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും അവൻ മനസ്സിലാക്കുന്നു. ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബ്രാൻഡിന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ ദൗത്യത്തിന് ഒരുങ്ങുകയാണ് നാസ ഭൂമിക്ക് പുറത്ത് ഒരു പുതിയ ഭവനം കണ്ടെത്താൻ. പല വർഷങ്ങളായി അവർ ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാൻ എ ഗുരുത്വാകർഷണ തത്വങ്ങൾ പഠിച്ച് ഭൂമിയിലെ മനുഷ്യരെ പുതിയ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകൽ. പ്ലാൻ ബി മനുഷ്യഭവനമില്ലാതെ ഒരു പുതിയ ജനിതക തലമുറയെ ഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക. കോപ്പറിനെ ക്ഷണിക്കുന്നത് ഈ ദൗത്യത്തിലേക്കാണ്. ഒരു അച്ഛൻ തന്റെ മകളെ വിട്ട് യാത്രയാകുന്നു. തിരിച്ചുവരുമോ എന്നോ വരുമ്പോൾ അവളെ തിരിച്ചറിയുമോ എന്നോ അറിയാതെ കോപ്പറും അവന്റെ സംഘവും ബഹിരാകാശത്തിലേക്ക് യാത്ര പുറപ്പെടുന്നു. അവൻ അറിയാത്തത് അവിടെ അവനെ കാത്തിരിക്കുന്നതും സമയം എത്ര വിലപ്പെട്ടത് ആണ് ജീവിതത്തിൽ എന്നാണ്. മറ്റൊരു ഗാലക്സിയിലെ ഗുരുത്വാകർഷണ തള്ളലുകൾ കാരണം ഒരു ഗ്രഹത്തിൽ ചെലവഴിച്ച ഒരു മണിക്കൂർ പോലും ഭൂമിയിൽ 17 വർഷമായി മാറും. അവരുടെ ദൗത്യം നേരത്തെ തന്നെ പ്രതിസന്ധിയിലാകുന്നു. പ്ലാനറ്റുകൾ അനുയോജ്യമല്ല, സമയം അവർക്കെതിരെ പ്രവർത്തിക്കുന്നു. എന്നാൽ കോപ്പർ കർമ്മനിരതനാണ്. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാത്തവൻ. അതുകൊണ്ടുതന്നെ അവൻ ഒരു അതിജീവന പരീക്ഷണത്തിനൊടുവിൽ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ചാടുന്നു. അവിടെ നമ്മുടെ മനസ്സിലാക്കാനാകാത്ത അഞ്ചാമത്തെ അളവുചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു: ടൈം. അച്ഛൻ മകളെ കാണാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്ന് അവളുടെ ഭാവിയെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു. പുസ്തകങ്ങൾ വീഴാൻ കാരണം ഇതാണ്. സമയത്തിന്റെ അകത്തുനിന്ന് ഒരു അച്ഛൻ അയക്കുന്ന ഒരു സന്ദേശം. മർഫ് ആ സന്ദേശം മനസ്സിലാക്കുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്ന താക്കോൽ അതിലുണ്ട്. വർഷങ്ങൾക്കിപ്പുറം കോപ്പർ തിരിച്ചുവരുന്നു. മർഫ് ഇപ്പോൾ വയസ്സായ ഒരു സ്ത്രീയാണ്. അവളുടെ പിതാവ് തിരിച്ചുവന്നെങ്കിലും അവളത് കാണാൻ ഏറെ താമസമായിരുന്നു. പക്ഷേ കഥ ഇതിൽ അവസാനിക്കുന്നില്ല. കോപ്പർ വീണ്ടും അനന്തമായ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നു, ഒരു പുതിയ ഭാവിക്കായി. ഈ സിനിമ ഒരു ശാസ്ത്രകഥയാണെങ്കിൽ പോലും ഒരു അച്ഛന്റെയും മകളുടെയും ബന്ധത്തെക്കുറിച്ചുള്ള അതുല്യമായ കഥ കൂടിയാണ്. സമയം, ഭൗതികശാസ്ത്രം, സ്നേഹം എല്ലാം അതിജീവിച്ച കഥ. ഈ കഥ നിങ്ങളെ ആഴത്തിൽ ആലോചിപ്പിച്ചു എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് കമന്റ് ചെയ്യൂ.